ഹലോ നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ബഷീറാണ്. നമ്മളിന്ന് നോക്കുന്നത് നമ്മളുടെ പുതിയ വോട്ടേഴ്സ് ലിസ്റ്റൊക്കെ വന്നു. അതിൽ നമ്മുടെ പേര് ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ പുതിയ ചേർത്ത ആൾക്കാർക്കാണ് പറഞ്ഞത്. പേരുണ്ട്, ആ പേര് കണ്ടുപിടിച്ചിട്ട് നമ്മളുടെ എപ്പിക് നമ്പർ വെച്ചിട്ട് നമ്മളുടെ എലക്ഷൻ ID എങ്ങനെ ഓൺലൈനായിട്ട് നമുക്ക് PDF എടുത്തിട്ട് പ്രിൻ്റ് എടുക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം PDF നോക്കണം. നമ്മളുടെ പുതിയ ഇത് വന്നിട്ടുള്ളത് 2026 ഇപ്പോൾ ലാസ്റ്റ് ഇന്നലെ ഇറങ്ങിയുള്ള PDF നോക്കുക. നമ്മളുടെ എലക്ഷൻ ID പുതിയ ചേർത്തുള്ള ആൾക്കാരുടെയൊക്കെ അതിൽ നമ്മളുടെ പേരും ഇതും നോക്കുക. നമ്മുടെ എപ്പിക് നമ്പർ, അത് പേര് നമ്മളുടെ ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിലുണ്ടാവും നമ്മളുടെ എപ്പിക് നമ്പറും ഇതൊക്കെ. അപ്പോൾ എൻ്റെ ഇതാണ് ഇത് 1084 നമ്മുടെ റോൾ നമ്പർ. എപ്പിക് നമ്പറാണ് ഈ ലാസ്റ്റ് ഇപ്പുറത്തെ സൈഡിൽ എടുത്തിറങ്ങുന്നത്. എപ്പിക് നമ്പർ ആണിത്. ആ എപ്പിക് നമ്പർ വെച്ചിട്ട് നമുക്ക് എങ്ങനെ നമ്മളുടെ കാർഡ്, എലക്ഷൻ ID കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഗൂഗിൾ ക്രോമിൽ ECI എന്നടിച്ചു കൊടുക്കുക. ECI എന്ന് അടിച്ചു കൊടുത്ത് വരുന്ന ആദ്യത്തെ തന്നെ അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസാണ് വരിക. അതിൻ്റെ ലാസ്റ്റിലേക്ക് ഉണ്ട് വരിക. ലാസ്റ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാം ഡൗൺലോഡ്, ഈ എപ്പിക് ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് അതൊന്ന് അമർത്തുക. അവിടെ നമ്മളുടെ എപ്പിക് നമ്പർ എന്താണോ നമ്മൾ അതിന് ഇതെടുത്തിട്ടുള്ളത് അത് എപ്പിക് നമ്പർ നമ്മളിവിടെ അടിച്ചു കൊടുക്കണം. സെലക്ട് സ്റ്റേറ്റ് കൊടുക്കുക, കേരള, സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുക്കുമ്പോൾ നമ്മളുടെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ വന്നുകൊണ്ടോ എല്ലാം നമ്മളുടെ ഇവിടെ വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള നമ്പറിലേക്ക് ഇതിന് കൊടുത്തിട്ടുണ്ടായിരുന്ന നമ്പർ ഉണ്ടാവുമല്ലോ, അതിലേക്ക് ഒരു OTP വരും. അത് സെൻഡ് OTP കൊടുക്കുക. സെൻഡ് OTP കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ OTP നമുക്ക് വരണം. ആ OTP വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിങ്ങനെ വരും, ഡൗൺലോഡ് ഈ എപ്പിക് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് വരും. നമ്മുടെ OTP അടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുണ്ട്, ഡൗൺലോഡ് ഈ എപ്പിക് എന്ന് പറഞ്ഞിട്ട് അത് ഒന്ന് ഇതാക്കി ഇതുണ്ട്. അപ്പോൾ ജനറേറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇത് വരും. ഈ എപ്പിക് നമ്മളുടെ ഇതാണ് നമ്മളുടെ ഈ എപ്പിക് ആയിട്ട് വരും. അതായത് ഈ എപ്പിക് ID കാർഡ്, നമ്മുടെ എലക്ഷൻ ID കാർഡ് ഇങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. വളരെ സിമ്പിളാണ്. നമുക്ക് നമ്മളുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നമ്മുടെ പേര് വന്നിട്ട് പുതിയ ആൾക്കാർക്ക്, പഴയ ആൾക്കാർക്കൊക്കെ കാർഡ് ഉണ്ടായിരിക്കാം. കാർഡ് എത്തുന്നതിനായിട്ട് മുമ്പ് നമുക്ക് കാർഡിൻ്റെ ആവശ്യങ്ങൾ ഉണ്ട് വെച്ചെങ്കിൽ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം നമുക്ക് എന്ന് പറയാൻ. ഇതാണ് സിമ്പിളായിട്ടുള്ള മാർഗ്ഗം. എത്രയും പെട്ടെന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ.